നമസ്കാരം. നമ്മുടെ വീഡിയോകളിൽ ഒരു ക്ഷേമ രാജ്യത്തെപ്പറ്റി, ഒരു വികസിത രാജ്യത്തെപ്പറ്റി പറയുമ്പോൾ അത് വികസിത രാജ്യമെന്ന് പേരെടുക്കാനോ ഏതെങ്കിലും രാജ്യത്തെ അനുകരിക്കാനോ ഒന്നുമല്ല. നമ്മുടെ ജനങ്ങളുടെ ഒരു ശുഭകരമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമാകണമെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്നതിനെപ്പറ്റി മൊത്തത്തിലൊരു വിലയിരുത്തലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഇന്നു മുതൽ നമ്മൾ അതിൽ ഓരോ മേഖലയിലും യഥാർത്ഥത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ എല്ലാ മേഖലയും ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനൊരു വ്യക്തമായ ശരിയായ രീതിയിലുള്ള ഒരു ഘടന ഉണ്ടാകണമെന്നാണ്. ഇന്ന് ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് ആരും ഉത്തരവാദികളില്ലാത്ത അനേകം ഭരണകർത്താക്കളുള്ള വിവിധ ഭരണ തലങ്ങളാണുള്ളത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് താഴെ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്, ജില്ല എന്നത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അനേകം ഭരണതലങ്ങളാണ്. താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, ഇങ്ങനെ അനേകം തലങ്ങളാണ്. ഇവിടെ എല്ലാം ഉദ്യോഗസ്ഥരുണ്ട്. അതിനും അപ്പുറമായി നമ്മൾ അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്കുള്ള അധികാരങ്ങളോട് എടുത്തു കളയുന്ന പുതിയ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ കുറേ ഭരണതലങ്ങൾ കൂടി ഉണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാരത്തിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ് ഇന്ത്യൻ ജനത. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ ഈ ഭരണതലങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഇല്ലാതായി പകരം വളരെ സുതാര്യവും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ജനങ്ങളുടെ അധികാരം ജനങ്ങളിലേക്ക് ലഭിക്കുന്നതുമായ പുതിയ ഏതാനും ചില ഭരണതലങ്ങൾ മാത്രം ഉണ്ടാകണം. ഞാൻ ഇനി പറയാൻ പോകുന്നതിൽ ശരിക്കും വർഷങ്ങളായിട്ട് ഗാന്ധിജിയുടെ കാലം മുതൽ അധികാരം ജനങ്ങളിലേക്ക് വരണം, ഗ്രാമസ്വരാജ് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുമായി വളരെ ബന്ധപ്പെട്ടാണ്. അവയിൽ നിന്നുമൊക്കെ ഒരു ആശയം ഉൾക്കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് താഴെയുള്ള എല്ലാ ഭരണതലങ്ങളും ഇല്ലാതാക്കണം. അപ്പോൾ ഇവിടെ ക്രമസമാധാന പാലനത്തിൽ പ്രശ്നങ്ങളുണ്ടായേക്കാം, ആവശ്യമായ സർവീസുകളിൽ വീഴ്ചകൾ വരാം. അതിന് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജില്ലകൾ മാത്രം, ജില്ലാ പഞ്ചായത്തല്ല, ജില്ലകൾ മാത്രം തൽക്കാലത്തേക്ക് നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ഭരണതലങ്ങളും പിരിച്ചു വിട്ടിട്ടേ നമുക്ക് പുതിയ ഗ്രാമസ്വരാജ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് രാജ്യത്തുള്ള ഭൂപ്രകൃതിയിൽ അതിൻ്റെ ഒരു 75-80% വരുന്ന ഏറ്റവും മനുഷ്യവാസയോഗ്യമായ സ്ഥലം വേർതിരിക്കുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഇന്ന് കുറേ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടായേക്കാം. സകല ദുരന്തങ്ങളും പ്രകൃതി നിന്ന് കിട്ടുന്ന ദുരിതങ്ങളും ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും എല്ലാം സഹിച്ച് അവരെയൊക്കെ ഇനി മനുഷ്യവാസ യോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റാൻ ഉപയുക്തമാകുന്ന രീതിയിലുള്ള മനുഷ്യവാസ യോഗ്യമായ 75-80% മേഖലയെയും ബാക്കി വനമേഖലയായിട്ടും നമ്മൾ തീരുമാനിക്കണം. അതിന് വ്യക്തമായൊരു അതിരുണ്ടാകാനായിട്ട് ഈ ജനവാസ മേഖലയ്ക്ക് ചുറ്റും വെറുതെ റോഡുകൾ വെട്ടിയിടണം. ഇത് വെറുതെ ഒരു തരംതിരിക്കൽ മാത്രമല്ല, മറിച്ച് അനേകം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കെല്ലാം അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇത് സഹായിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും എല്ലാം പുരോഗതി ഉണ്ടാകാൻ ഈ തരംതിരിക്കലും ഇതിനെ തുടർന്ന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പല ഘടകങ്ങളുടെ രൂപീകരണവും സഹായിക്കും. അങ്ങനെ 75-80% മനുഷ്യവാസ യോഗ്യമായ മേഖല തരംതിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു 4-5 വാർഡിൻ്റെ വലിപ്പത്തിൽ അത്രയും ജനസംഖ്യ വരുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ രാജ്യം മുഴുവൻ രൂപീകരിക്കണം. ഏകദേശം ഇന്നത്തെ പഞ്ചായത്ത് പോലെ. പക്ഷേ അതിന് പഞ്ചായത്തല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് എന്ന പേര് പോലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പഞ്ചായത്ത് എന്ന പേര് നന്മയ്ക്കും ഒത്തിരി തിന്മയ്ക്കും ഉപയോഗിച്ചു കഴിഞ്ഞു.
അപ്പോൾ ചില മേഖല രാജ്യത്തിൻ്റെ ചില മേഖലയിലേക്ക് വരുമ്പോൾ ഇനിയും ആ പഞ്ചായത്ത് എന്ന പേര് വീണ്ടും പുതിയ സംവിധാനത്തിൽ ഉപയോഗിച്ചാൽ ഇത് പഴയ പഞ്ചായത്ത് തന്നെയാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട പലവരെയും ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് എന്ന പേര് പോലും ഉപയോഗിക്കരുത്. ഞാനിതിന് ഇട്ടിരിക്കുന്ന ഇതേപ്പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ താൽക്കാലികമായി ഇട്ടിരിക്കുന്ന പേര് ജനകേന്ദ്രങ്ങൾ എന്നാണ്, ജനകേന്ദ്രം. അപ്പോൾ ഇങ്ങനെ ആ പേര് ഞാൻ വീണ്ടും ഇവിടെ ഉപയോഗിക്കുകയാണ്. ചെറിയ ജനകേന്ദ്രം. ഇന്നത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു 4-5 വാർഡുകൾ വരുന്ന വാർഡുകളുടെ അത്രയും ജനസംഖ്യ വരുന്ന ചെറിയ ജനകേന്ദ്രങ്ങൾ രൂപീകരിക്കുക. അവിടെ ഒരു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മാത്രമേ ജനപ്രതിനിധികളായിട്ടുണ്ടാകാവൂ. അവരുടെ നേതൃത്വത്തിൽ അവിടുത്തെ മുഴുവൻ ജനങ്ങളും കൂടിയാണ് അവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത്. ഒരു തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ജനങ്ങൾ തന്നെ രൂപീകരിക്കണം. അതിനായിട്ട് രാജ്യത്തെ ജനങ്ങളുടെ നികുതി കിട്ടുന്നതിൽ പഞ്ചായത്തുകൾക്ക് ഒരു വിഹിതം നേരിട്ട് പഞ്ചായത്തുകൾക്ക് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. അതുപോലെ തന്നെ അവിടെ എല്ലാ മനുഷ്യർക്കും, എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും ആ വില്ലേജിൽ തന്നെ, ആ ജനകേന്ദ്രത്തിൽ തന്നെ ഏറ്റവും വാസയോഗ്യമായ സ്ഥലത്ത് എല്ലാ കുടുംബങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഭൂമിയിലെ അവരുടെ ഷെയറും നൽകണം. അങ്ങനെ ഇനി കുറേ ഏറെ സംവിധാനങ്ങൾ നമുക്ക് അവിടെ ഒരുക്കാൻ പറ്റും. അതേപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ജനകേന്ദ്രങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ കുറേ ജനകേന്ദ്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ ഏകദേശം നമ്മുടെ ഒരു ബ്ലോക്കിൻ്റെ ഒക്കെ ഏകദേശം വലിപ്പത്തിൽ ഉള്ള ജനകേന്ദ്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഏകദേശം സമചതുരത്തിൽ പുതിയ അടുത്ത യൂണിറ്റ് രൂപീകരിക്കണം. ഇതിനെയാണ് നമ്മൾ ജില്ല എന്ന് വിളിക്കേണ്ടത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണതലങ്ങളിൽ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു പേര് ജില്ലയാണ്. ആ ജില്ല എന്ന പേര് ഈ ജനകേന്ദ്രങ്ങളുടെ മൊത്തത്തിലുള്ള അവയെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആ യൂണിറ്റ് നൽകണം. ഈ ജനകേന്ദ്രത്തിൽ ആവിഷ്കരിക്കാൻ പറ്റാത്ത, ചർച്ച ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനും അപ്പുറം പോകുന്ന ജനകേന്ദ്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. അതും അടുത്ത വീഡിയോയിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജില്ലയിൽ നിർവഹിക്കണം. അപ്പോൾ ഈ രാജ്യത്തെ ഈ ജനകേന്ദ്രങ്ങളും ഈ ജില്ലയും എപ്പോഴും വളരെ സജീവമായിരിക്കും. ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. ജനങ്ങളുടെ മുഴുവൻ ആശയങ്ങളും അഭിപ്രായങ്ങളും അനുസരിച്ച് അവിടുത്തെ ഭരണം നിർവഹിക്കും. അപ്പോൾ അവിടെ നാഥനില്ല കളരി എന്നൊരു സംഭവം ഇനി നമ്മുടെ രാജ്യത്തുണ്ടാകുകയില്ല. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകിൽ ഈ ജനകേന്ദ്രത്തിൽ, അതിനും അപ്പുറമുള്ളവയെല്ലാം ഈ ജില്ലയിൽ പരിഹരിക്കപ്പെടും. ഈ ജില്ലയിലും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന് 2 പേര് മാത്രമേ ജനപ്രതിനിധികളായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവിടുത്തെ ഭരണ സമിതി എന്ന് പറയുന്നത് ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാ ജനകേന്ദ്രങ്ങളുടെയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ചേർന്നായിരിക്കണം. എന്ന് മാത്രമല്ല, അവിടെയും അവരുടെ സമിതി ചേരുമ്പോൾ, അല്ലെങ്കിൽ ആ കൗൺസിൽ ചേരുമ്പോൾ, ജനങ്ങൾക്കത് നേരിട്ട് കാണാനും അതിൽ അഭിപ്രായം പറയാനുമുള്ള ഒരു വലിയ സംവിധാനവും സാഹചര്യവും ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. ഇന്ന് ഇപ്പോൾ തന്നെ നമുക്കറിയാം, പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമ്മളതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീഡിയോകളൊക്കെ വരാറുണ്ട്. പക്ഷേ അതിന് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ആളുകൾക്ക് നമ്മൾ കണ്ടു, ഒരു സ്കൂളിൻ്റെ മുകളിൽ കറണ്ട് കമ്പി താന്നു നിന്നു. അതാരും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മാറ്റിയില്ല. ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ ഈ പുതിയ സംവിധാനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അവിടെ എപ്പോഴും നാഥൻ ഉണ്ടായിരിക്കും. അവിടെ എപ്പോഴും ജനങ്ങൾ ജാഗരൂകരായിരിക്കും. ആ ജനകേന്ദ്രത്തിലും ജില്ലയിലുമുള്ള പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആ മുഴുവൻ സമയം ജോലി ചെയ്തുകൊണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന മാന്യമായ ശമ്പളവും നൽകണം. ഇതാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനും കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിറ്റുകൾ. പിന്നെ ഈ ജില്ലകൾ ചെറുതായതുകൊണ്ടും നമ്മുടെ രാജ്യം സാധാരണ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു രാജ്യമായതുകൊണ്ടും ഇടയ്ക്ക് ഒരു ഭരണതലം കൂടി ഉള്ളത് നല്ലതാണ്. പക്ഷേ അത് ഒരിക്കലും ഇന്നത്തെ സംസ്ഥാനങ്ങളാകരുത്. ഇത് പറയുമ്പോൾ പലർക്കും അതോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ സംസ്ഥാനം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു തിന്മയാണ്.
ഒന്നാമത് അതിൻ്റെ പേര് തന്നെ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യമാണ്. നമുക്കൊരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇന്ത്യ. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ കാലത്ത് ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഫെഡറൽ സംവിധാനം വേണം, അതായത് പല രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ USA-യും UK-യും ഒക്കെ പോലെയുള്ള ഒരു കൂട്ടായ്മയാണ് വേണ്ടതെന്ന് വാദിച്ചവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്വാസി ഫെഡറലിസം എന്ന, അതായത് വെറുതെ തനി മലയാളം ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പ് ഫെഡറലിസം എന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി, അല്ല ഒരു തോന്നൽ ഉളവാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റുകളെന്ന് ഈ രണ്ടാമത്തെ യൂണിറ്റ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് താഴെയുള്ള യൂണിറ്റുകൾക്ക് പേരിടുകയും അവയ്ക്ക് ഭയങ്കരമായ അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവയ്ക്ക് ആ അധികാരം കൊടുത്തുകൊണ്ടുണ്ടായ യഥാർത്ഥ ഫലമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് വികസനം എപ്പോഴും പല തട്ടുകളിലായി പോവുകയും ജനങ്ങളുടെ ജീവിത നിലവാരം പല രീതിയിലായി പോവുകയും പലപ്പോഴും പല സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഉടക്കുകളും വടംവലികളും പ്രശ്നങ്ങളും ഉണ്ടാകുകയും ജനങ്ങളുടെ വളരെയധികം പണം ഇവരെ ഭരണത്തിനെന്ന് ഉപയോഗിക്കുകയും അതേസമയം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനം പോലും നടത്താൻ സാധിക്കാതെ അവർക്ക് തടയിടുകയാണ് ചെയ്തത്. ഇനി അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകരുത്. ഇവിടെ ഫെഡറൽ സംവിധാനം ഇല്ല, ഇതൊരൊറ്റ രാജ്യമാണ്. ആ രാജ്യത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭരണതലങ്ങൾ ജനങ്ങൾ ഭരിക്കുന്ന ജനകേന്ദ്രങ്ങളും ജില്ലകളുമാണ്. അപ്പോൾ ഇവയ്ക്കിടയിൽ നിന്നുകൊണ്ട് കുറേ ക്രമസമാധാന പാലനത്തിന് സഹായിക്കാനും വികസനത്തിന് സഹായിക്കാനും നമ്മുടെ ജനകേന്ദ്രങ്ങളും ജില്ലകളുമൊക്കെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുമായിട്ട് ഒരു ഭരണതലം കൂടി ഉണ്ടാകണം. അതും വളരെ ചെറുതായിരിക്കണം. നമ്മുടെ ഈ കേരളത്തിലെ ജനസംഖ്യ തന്നെ ഒരു പുതിയ ആ യൂണിറ്റ്, ആ ഭരണതലത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ ജനസംഖ്യയുണ്ട്. പക്ഷേ ഏരിയ നോക്കുമ്പോൾ നമ്മുടെ കേരളം വളരെ വലുതല്ല. അപ്പോൾ ജനസംഖ്യയാണ് നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്ത് ഏകദേശം ഒരു 100 ഭരണതലങ്ങളെങ്കിലും വരുന്ന രീതിയിൽ ചെറിയ ചെറിയ ഭരണതലങ്ങൾ ജില്ലയ്ക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഇടയിൽ രൂപീകരിക്കുക. അതിന് എൻ്റെ പുസ്തകത്തിൽ ഞാനിട്ടിരിക്കുന്ന പേര് പ്രവിശ്യ എന്നാണ്, പ്രൊവിൻസ് എന്നാണ്. ഏതായാലും സ്റ്റേറ്റ് എന്ന പേര് അതിനിടാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു സ്റ്റേറ്റിൻ്റെയും പേരും പുതിയ പ്രൊവിൻസുകൾക്ക് അല്ലെങ്കിൽ ആ ഭരണതലത്തിന് ഇടാനും പാടില്ല. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അധികാരം കുറഞ്ഞ ഭരണതലമായിരിക്കുകയും ചെയ്യും. എന്നാൽ തീർത്തും അധികാരം കുറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. കാരണം അവ എപ്പോഴും ജനകേന്ദ്രങ്ങൾക്കും ജില്ലകൾക്കും നേതൃത്വം വഹിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ഭരണതലങ്ങൾ, അത് കേന്ദ്ര ഗവൺമെൻറ്റിന് താഴെ, ഇന്ത്യൻ ഗവൺമെൻറ്റിന് താഴെ പ്രവിശ്യകൾ, അവയ്ക്ക് താഴെ ജില്ലകൾ, അവയ്ക്ക് താഴെ ചെറിയ ജനകേന്ദ്രങ്ങൾ, ഇത് മാത്രമുണ്ടാവുകയും അധികാരം മുഴുവനും ഈ ജനകേന്ദ്രങ്ങൾക്കും ജില്ലകൾക്കും നൽകുകയും അവിടുത്തെ ജനങ്ങൾക്ക് അധികാരം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വികസനം എന്ന് പറയുന്നത് ഇനിയൊരു മുരടിപ്പിലേക്ക് ഒരിക്കലും പോവുകയില്ല. എന്ന് മാത്രമല്ല, ഇവിടെ നാഥനില്ല കളരി എന്ന സംവിധാനം മാറും. നമുക്ക് വളരെയധികം വേഗതയിൽ ഇതൊരു ജനക്ഷേമ രാജ്യമാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇനി പുതിയ പ്രൊവിൻസുകൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അധികാരവും നൽകരുത്. കാരണം രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒന്നായിരിക്കണം. ആ നിയമങ്ങൾ മുഴുവനും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP-മാർ, പാർലമെൻറ്റിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP-മാരായിരിക്കും രൂപീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊവിൻസിലേക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും ഏകദേശം നമ്മുടെ ജനകേന്ദ്രം ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിലായിരിക്കണം. പക്ഷേ അവിടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നില്ല. ഒരു 5, 6, 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മാത്രം. ആ ഗ്രൂപ്പിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അവിടെയും ജില്ലാ പ്രസിഡൻറ്റുമാർക്ക് അതിൽ പങ്കെടുക്കാനും അവരുടെ അഭിപ്രായം പറയാനും വോട്ട് രേഖപ്പെടുത്താനുമുള്ള അവകാശം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ശരിക്കും ജനങ്ങളുടെ അധികാരം ഈ പ്രവിശ്യകളിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ രാജ്യത്തെ ഇത്രമാത്രം ഭരണതലങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ജനങ്ങളധികാരം കൈയാളുന്ന ഭരണതലങ്ങളുള്ള ഒരു രാജ്യമാക്കി മാറ്റി ഇന്നുള്ള മറ്റെല്ലാ യൂണിറ്റുകളും പിരിച്ചുവിടുക.
അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇന്ന് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ ഇതിന് ഉള്ള പരിഹാരം ഈ പുതിയ ഘടനയിലൂടെ തന്നെ വളരെയേറെ ഉണ്ടാവും. അതെന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും, ഇവിടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും.